മൂത്തകുന്നത്ത് ദേശീയപാത 66 ഭാഗമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ പില്ലറുകൾ താഴ്ന്നു. വിപി തുരുത്ത് പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലമാണ് താഴ്ന്നത്. ഇതേ തുടർന്ന് സ്റ്റീൽ ഗർഡറുകൾ സ്ഥാപിച്ചതിന് മുകളിലുള്ള കോൺക്രീറ്റിംഗ് ജോലികൾ അടിയന്തരമായി നിർത്തിവെച്ചു. പാലത്തിന്റെ 2 തൂണുകളാണ് അസ്വാഭാവികമായി താഴ്ന്നത്. പില്ലറുകളുടെ ഉറപ്പില്ലായ്മയാണോ അതോ പൈലിംഗിലെ തകരാറാണോ ഇതിന് കാരണമെന്ന് വ്യക്തമല്ല. സംഭവം ഗൗരവകരമാണെന്നും പാലത്തിന്റെ സുരക്ഷയെക്കുറിച്ച് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അടിയന്തരമായി വിദഗ്ധ പരിശോധന നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. പിതുരത്തിന്റെ അങ്ങേ അറ്റത്ത് രണ്ടാമത്തെ തൂണാണ് ഇരുന്നതായി നമുക്ക് നേരെ കാണാൻ കഴിയുക. ഇപ്പോൾ തന്നെ കോൺക്രീറ്റ് നടക്കുമ്പോഴാണ് ആ പാലം ഇരുന്നിട്ടുള്ളത്. അപ്പൊ ഭാരം കയറിയ വണ്ടികൾ പോകുന്ന സമയത്താണെങ്കിൽ ഈ നാട്ടിലകത്തെ മനുഷ്യജീവനുകൾക്ക് വിലയില്ലാത്ത രീതിയിൽ ഉത്തരേന്ത്യൻ മോഡലുകളിൽ അവിടെ പാലങ്ങൾ തകരുമ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അത് ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഇന്നത്തെ നിർമ്മാണത്തിന്റെ പ്രശ്നം കാണുന്നത്. ഇന്നലെ മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മണൽവാരൽ തൊഴിലാളികളുമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ദേശീയപാത റീജിയണൽ ഡയറക്ടർക്കും കൊച്ചിയിലെ പ്രൊജക്ട് ഡയറക്ടർക്കും ഇതിന്റെ പരാതി നമ്മൾ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ഇത് അശാസ്ത്രീയമായി നിർമ്മാണമാണോ എന്നൊരു ആശങ്കയുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രം ഇതിലെ നിർമ്മാണം നടത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഗൗരവത്തിൽ ഈ വിഷയത്തെ സമീപിക്കണം എന്നാണ് ബന്ധപ്പെട്ട ഉപരിഗതാഗത വകുപ്പ് മന്ത്രിയോടും അതോടൊപ്പം തന്നെ ഇതിന്റെ ചുമതലയുള്ള നാഷണൽ NH 66 ചുമതലക്കാരോടും നമുക്ക് ആവശ്യപ്പെടാറുള്ളത്.